A warm good morning to all. So, in the last class, we have discussed about the set off and carry forward. When the losses are carried forward for the succeeding years in order to set off, then it is called carry forward. അതുപോലെ തന്നെ ഏതൊക്കെ ലോസസ് ആണ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, നോൺ സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ലോസ്, സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ലോസ്, സ്പെസിഫൈഡ് ബിസിനസ്സിലെ ലോസ്, അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്, ലോങ് ടേം ക്യാപിറ്റൽ ലോസ്, റേസ് ഹോഴ്സസ് വഴി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഓൺ ചെയ്യുന്നത് വഴി എറൈസ് ചെയ്തിട്ടുള്ള ലോസ്. ഇങ്ങനെയുള്ള 5 ലോസസ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അതിന് മുൻപ് ഒരു കാര്യം കൂടി നോക്കാം, ഓർഡർ ഓഫ് സെറ്റ് ഓഫ്. സെറ്റ് ഓഫ് ചെയ്യേണ്ട ഓർഡർ എങ്ങനെയാണ്? ആദ്യം കറൻറ്റ് ഡിപ്രിസിയേഷൻ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ഫാമിലി പ്ലാനിങ് ചെയ്യുക അല്ലേ. പിന്നീട് ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസസ്, അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ, അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻസസ് ഓൺ സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ഫാമിലി പ്ലാനിങ്. ഓക്കെ, ഇനി എത്രത്തോളം പീരീഡ് വരെയാണ് നമുക്ക് ഈ ഒരു ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കുക? ഹൗസ് പ്രോപ്പർട്ടി ആണ് എന്നുണ്ടെങ്കിൽ മാക്സിമം 8 സക്സീഡിങ് ഇയേഴ്സ് വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. ഇനി ലോസ് ഫ്രം ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 8 അസസ്മെൻറ്റ് ഇയേഴ്സ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. സ്പെക്കുലേഷൻ ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ 4 അസസ്മെൻറ്റ് ഇയേഴ്സ് ആണ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ ലോസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് എന്നാണോ ഫുള്ളി സെറ്റ് ഓഫ് ആകുന്നത് അതുവരെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. പിന്നീട് പറയുന്നതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്. നമുക്കതറിയാം, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നോ സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. 8 ഇയേഴ്സ് വരെ നമുക്കതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നതാണ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. അതെന്ന് പറയുമ്പോൾ 8 അസസ്മെൻറ്റ് ഇയേഴ്സ് വരെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി പറയുന്നതാണ് റേസ് ഹോഴ്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഓൺ ചെയ്യുന്നത് വഴി നമുക്ക് വന്നിട്ടുള്ള ലോസ് 4 അസസ്മെൻറ്റ് ഇയേഴ്സ് വരെയാണ് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബിസിനസ്സിൽ നിന്ന് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസ് നമുക്ക് 8 ഇയേഴ്സ് വരെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, നോക്കാം ഇലുസ്ട്രേഷൻ. മിസ്റ്റർ രാമകൃഷ്ണ സബ്മിറ്റ്സ് ദ ഫോളോവിങ് പെർട്ടിക്കുലേഴ്സ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 9,500, പ്രോഫിറ്റ് ഫ്രം ടെക്സ്റ്റൈൽ ബിസിനസ് 19,600, ഇൻട്രസ്റ്റ് ഫ്രം സെക്യൂരിറ്റീസ് 1,800, income from speculation 1,900, short term capital gain 3,200, long term capital gain 1,400. The following items have been brought forward from the preceding assessment year. അതായത് കഴിഞ്ഞുള്ള വർഷങ്ങളിൽ നിന്ന് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ലോസസ് ആണ് അവിടെ താഴെ പറയുന്നത്. ലോസ് ഫ്രം ടെക്സ്റ്റൈൽ ബിസിനസ് 4,600, അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ 1,000, സ്പെക്കുലേഷൻ ലോസ് 4,000, short term capital loss 1,200, long term capital loss 400, loss from house property 3,000. Current year depreciation not provided for amounted to ₹500. Compute gross total income. അപ്പോൾ നമുക്ക് ഓൾറെഡി ആ ഒരു കമ്പനിയിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇൻകം, അതുപോലെ തന്നെ ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നിട്ടുള്ള ലോസസിൻ്റെയും ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. നമ്മളടുത്ത് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ നോക്കുക, ഏതൊക്കെ ഹെഡിൽ നിന്നാണ് നമുക്കിവിടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അതൊരു ഹെഡാണ്. ഫ്രം ടെക്സ്റ്റൈൽ ബിസിനസ് അതെന്ന് പറയുമ്പോൾ എന്താണ്? ബിസിനസ്സാണ്. ഇൻകം ഫ്രം ബിസിനസ്, അപ്പോൾ രണ്ടാമത്തെ ഹെഡ്. ഇനി ഇൻട്രസ്റ്റ് ഫ്രം സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ അത് ഏത് ഹെഡാണ്? ഇൻകം ഫ്രം അതർ സോഴ്സസ് ഇല്ലേ, അപ്പോൾ അത് മൂന്നാമത്തെ ഹെഡായി. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻകം ഫ്രം സ്പെക്കുലേഷൻ. അത് നമുക്ക് സ്പെക്കുലേഷനിൽ നിന്ന് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പറയുന്നതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ അതെന്താണ്? ഗെയിൻ ആണ് അല്ലേ, ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇൻകം ഫ്രം സാലറി ഒഴിച്ച് ബാക്കി 4 ഹെഡിൽ നിന്നും ഈ ഒരു രാമകൃഷ്ണനെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ ലോസസ് എല്ലാം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യണം. ഈ വർഷം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ആദ്യം തന്നെ നമ്മൾ എഴുതുന്നു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി.
എത്രയാണ് നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകം? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 9500. അവിടെ കമ്പ്യൂട്ടഡ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ നമ്മളത് എന്ത് എഴുതി? 9500. ഇതിപ്പോൾ ഇവിടെ ആനുവൽ വാല്യൂ ആണോ ഗ്രോസ് ആനുവൽ വാല്യൂ ഒന്നുമല്ല തന്നിട്ടുള്ളത്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ഡയറക്റ്റായിട്ട് എഴുതുന്നു. എത്രയാണ്? 9500. ഇനി നമ്മൾ നോക്കുക ലോസ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്. ഹൗസ് പ്രോപ്പർട്ടിയിൽ ലോസ് വന്നിട്ടുണ്ടോ? ഉണ്ട് അല്ലേ. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്ര വന്നിട്ടുണ്ട്? 3000 വന്നിട്ടുണ്ട്. ആ ലോസിനെ നമുക്ക് എവിടെ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം? ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനെ അവിടെ സെറ്റ് ഓഫ് ചെയ്യുന്നു. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 9500 മൈനസ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ബ്രോഡ് ഫോർവേഡ്, നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ലോസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ലെസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി 9500 മൈനസ് 3000 ഇസ് ഈക്വൽ ടു 6500. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നമ്മളുടെ അടുത്ത ഹെഡാണ് ഇൻകം ഫ്രം ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് ഇൻകം. അപ്പോൾ നമുക്ക് അവിടെ നോക്കുക, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് പ്രോഫിറ്റ് ഫ്രം ടെക്സ്റ്റൈൽ ബിസിനസ് എത്രയാണ്? 19600 ആണ്. അപ്പോൾ അത് നമ്മൾ എഴുതി. ബിസിനസ് ഇൻകം ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ നിന്ന് നമുക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ട്? 19600 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളവിടെ നോക്കുക വേറെ എന്തൊക്കെ ഐറ്റംസ് ആണ് അവിടെ വരുന്നത്. അവിടെ പറയുന്നുണ്ട് ഡിപ്രിസിയേഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലേ. ഡിപ്രിസിയേഷൻ അബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ 1000 വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കവിടെ കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷനായിട്ട് 500 വരുന്നുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഡിപ്രിസിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഡിപ്രിസിയേഷൻസും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അത് നമുക്ക് നോക്കാം. ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകം 19600. അതിൽ നിന്ന് കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ നമ്മൾ ലെസ് ചെയ്യുന്നു. എത്രയാണ് കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ? ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ, 500. ആ 500 നമ്മൾ ആദ്യം ലെസ് ചെയ്യുന്നു. നമുക്കറിയാം ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ സെറ്റ് ഓഫ് ചെയ്യേണ്ട ഓർഡർ എന്താണ് നമ്മൾ പറഞ്ഞു? ആദ്യം ഈ ഒരു ഡിപ്രിസിയേഷനാണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കറൻറ്റ് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് നോക്കുക ഇവിടെ എന്ത് വരുന്നുണ്ട്? ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ നിന്ന് ലോസ് വന്നിട്ടുണ്ട്. എത്രയാണ്? 4600. അപ്പോൾ ആ 4600 നമ്മളിവിടെ ബിസിനസ് ലോസ് പറഞ്ഞിട്ട് അത് ലെസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ 1000 വന്നിട്ടുണ്ട്. ആ 1000 നമുക്ക് എന്ത് ചെയ്യണം? ലെസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? ബിസിനസ് ഇൻകം ആയിട്ടുള്ള 19600 നിന്ന് കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ, ബിസിനസ് ലോസ്, അതുപോലെ തന്നെ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ഇത് മൂന്നും അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ടാണ് 13500. ഓക്കെ, അപ്പോൾ എന്തിനാണ് ക്യാരി ഫോർവേഡ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യുമ്പോഴത്തെ ഓർഡർ തന്നത് എന്തിനാണ് എന്നുള്ളത് ഇപ്പോൾ ക്ലിയർ ആയി എന്ന് കരുതണം. ഓക്കെ, അപ്പോൾ കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ കുറച്ചു, ബിസിനസ് ലോസ് കുറച്ചു, അതിനുശേഷം അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷനും കൂടി ലെസ് ചെയ്തു. അങ്ങനെ നമുക്ക് 13500 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റൈൽ ബിസിനസ്സിൻ്റെ ലോസ് സെറ്റ് ഓഫ് ചെയ്തു, അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ സെറ്റ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ സെറ്റ് ഓഫ് ചെയ്തു ഇല്ലേ. ഇനി നമുക്ക് അവിടെ കുറച്ചുകൂടി ലോസസ് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇനി അടുത്തായിട്ടാണ് അപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ അവിടെ പറയുന്ന ക്വസ്റ്റ്യനിൽ പറയുന്നതാണ് സ്പെക്കുലേഷൻ, ഇൻകം ഫ്രം സ്പെക്കുലേഷൻ ആണ്. അപ്പോൾ അതും ഏകദേശം ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇൻകം ഫ്രം സ്പെക്കുലേഷൻ നമ്മൾ അടുത്തതായിട്ട് എഴുതിയിരിക്കുന്നത്. ഇൻകം ഫ്രം സ്പെക്കുലേഷൻ നമുക്ക് എത്രയാണ്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 1900. അപ്പോൾ അത് നമ്മളിവിടെ എഴുതുന്നു 1900. ഇനി നമുക്കറിയാം സ്പെക്കുലേഷൻ ലോസ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്? 4000. സ്പെക്കുലേഷൻ പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ആയിട്ടുള്ള 1900 നിന്ന് സ്പെക്കുലേഷൻ ലോസ് ലെസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോഴും നമുക്ക് അവിടെ എന്ത് തന്നെയാണ്? ലോസ് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം നമുക്കറിയാം ലോസാണ് ഇവിടെ കൂടുതൽ. അപ്പോൾ ബാക്കി ഇനി ലോസ് വരുന്നുണ്ട് 2100 ഇനി ലോസ് വരുന്നുണ്ട്. ആ ലോസിന് നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? വീണ്ടും ക്യാരി ഫോർവേഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ആ ലോസിന് നമ്മൾ ഔട്ടർ കോളത്തേക്ക് എഴുതാത്തത്. ഈ ഒരു ലോസ് 2100 നമുക്ക് അടുത്ത വർഷം എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുക അടുത്തത് ഏതാണ്? അപ്പോൾ നമ്മളുടെ ബിസിനസ്സിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി ക്യാപിറ്റൽ ഗെയിൻസ് ആണ്. നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ക്യാപിറ്റൽ ഗെയിനിൽ എഴുതുന്നു ആദ്യം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. എത്രയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 3200. നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഇവിടെ വന്നിട്ടുണ്ട് 1200. ആ ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് ലെസ് ചെയ്യുന്നു. അതായത്
3200 മൈനസ് 1200. അപ്പോൾ നമുക്ക് മനസ്സിലായി 2000 പ്രോഫിറ്റാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ എടുക്കുകയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രത്തോളം വന്നിട്ടുണ്ട്, എത്രയാണ് 1400. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 1400 ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കാണിക്കുന്നു. അതിൽ നിന്ന് ലെസ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എത്രയാണ് 400. അപ്പോൾ നമുക്ക് മനസ്സിലായി 1000 ആണ് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗെയിൻ അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഹെഡ് കഴിഞ്ഞു. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കഴിഞ്ഞു, ബിസിനസ് ഇൻകം കഴിഞ്ഞു, ക്യാപിറ്റൽ ഗെയിൻ കഴിഞ്ഞു. ഇനി നോക്കുക, നമ്മുടെ ലോസസ് നോക്കുക. ലോസസ് എല്ലാം നമ്മൾ സെറ്റ് ഓഫ് ചെയ്തോ? ലോസ് ഫ്രം ടെക്സ്റ്റൈൽ ബിസിനസ് സെറ്റ് ഓഫ് ചെയ്തു, അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ സെറ്റ് ഓഫ് ചെയ്തു, സ്പെക്കുലേഷൻ ലോസ് സെറ്റ് ഓഫ് ചെയ്തു, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്തു, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്തു, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി സെറ്റ് ഓഫ് ചെയ്തു, കറണ്ട് ഇയർ ഡിപ്രിസിയേഷനും സെറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ ലോസസ് എല്ലാം നമ്മൾ സെറ്റ് ഓഫ് ചെയ്തു. ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യാനും വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി നോക്കുക, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇനി നമുക്ക് ഏതും കൂടിയാണുള്ളത്, ഇൻട്രസ്റ്റ് ഫ്രം സെക്യൂരിറ്റീസ് 1800. അപ്പോൾ അത് നമ്മൾ ഏതാണ്, ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ഇൻട്രസ്റ്റ് ഫ്രം സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ് 1800. ഓക്കെ, അപ്പോൾ ഈ എല്ലാ ഹെഡിലുള്ള ഇൻകവും അതിൻ്റെ ഒരു സെറ്റ് ഓഫും ക്യാരി ഫോർവേഡ് നമ്മൾ ചെയ്തു. പിന്നെ ഇവിടെ ക്ലബിങ്ങോ അഗ്രഗേഷനോ ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടുകയാണ്, ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുകയാണ്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം ഇസ് ഈക്വൽ ടു 6500 പ്ലസ് 13500 പ്ലസ് 2000 പ്ലസ് 1000 പ്ലസ് 1800 ഇസ് ഈക്വൽ ടു 24800. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ഓഫും ക്യാരി ഫോർവേഡ് റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്കൊരു പ്രോബ്ലം കൂടി നോക്കാം. ശ്രീ ഭഗൻദാസ് സബ്മിറ്റ്സ് ദ ഫോളോവിങ് പെർട്ടിക്കുലേഴ്സ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 18,000, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് 80,000, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 8,000, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ജ്വല്ലറി 50,000, long term capital loss on silver 24,000. The following items have been brought forward from the assessment year 2015-16. Business loss 30,000, loss from house property 8,000, long term capital loss 6,000, short term capital loss 6,000. Compute gross total income. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഡേറ്റുകൾ അസസ്മെൻറ്റ് ഇയറുകളൊക്കെ ഇതുപോലെ പല റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ 2014, ചിലപ്പോൾ 2010 അങ്ങനെയൊക്കെ ആയിരിക്കും അസസ്മെൻറ്റ് ഇയർ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട, ക്വസ്റ്റ്യൻ മാത്രം ശ്രദ്ധിക്കുക. അസസ്മെൻറ്റ് ഇയറും പ്രീവിയസ് ഇയറും കറൻറ്റ് ഇയറായിട്ട് എടുക്കുക. അതായത് അസസ്മെൻറ്റ് ഇയർ 2021 പ്രീവിയസ് ഇയർ 1920 ആയിട്ട് വേണം നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം 15-16 കാലഘട്ടത്തിലുള്ള എമൗണ്ടുകളും, അതായത് ചില നമുക്കറിയാം എക്സംഷൻസ്, ഡിഡക്ഷൻസ് അങ്ങനെയുള്ള എമൗണ്ടുകളൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉള്ളതും വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ലിമിറ്റുകളായാലും എക്സംഷൻസ് ആയാലും ഡിഡക്ഷൻസിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും എമൗണ്ടുകളും സ്ലാബ് റേറ്റും ഒക്കെ നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു കറൻറ്റ് അസസ്മെൻറ്റ് ഇയറും പ്രീവിയസ് ഇയറിൻ്റെയാണ്. അല്ലാതെ ആ ഒരു പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള ഡേറ്റ് നിങ്ങൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം കഴിഞ്ഞ എക്സാമിന് ഇതുപോലെ നമുക്ക് കുട്ടികൾക്ക് ഒരു 2014-15 ആയിരുന്നു അവർ അസസ്മെൻറ്റ് ഇയർ വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റഡ് അല്ലാത്തതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട, നമ്മൾ പഠിച്ചിട്ടുള്ള എക്സംഷൻസും സ്ലാബ് റേറ്റും കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അസസ്മെൻറ്റ് ഇയർ ആയിട്ട് എടുക്കുന്നത് 1920 ആണ്. പ്രീവിയസ് ഇയർ 1920, അസസ്മെൻറ്റ് ഇയർ 2021 ആണ്. ഈ ഒരു പ്രോബ്ലത്തിലെന്ന് പറയുമ്പോൾ 15-16 അസസ്മെൻറ്റ് ഇയറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു സെറ്റ് ഓഫും കാര്യങ്ങളും മാത്രം മനസ്സിലാക്കി വയ്ക്കാം. നോക്കുക, ഇവിടെ ഏതൊക്കെ ഹെഡുകളാണ് വരുന്നത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അതൊരു ഹെഡാണ് ഇല്ലേ. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഫ്രം ബിസിനസ്, അപ്പോൾ അത് ഒരു ഹെഡാണ്. പിന്നെ അവിടെ പറയുന്നത് ഷോർട്ട് ടേം ലോങ് ടേം ആണ്. ക്യാപിറ്റൽ ഗെയിൻ അതൊരു ഹെഡാണ്. അങ്ങനെ 3 ഹെഡുകളിൽ നിന്നാണ് ഇവിടെ ഈ ഒരു ഭഗൻദാസ് ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം ഇൻകം, കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണ്? 18,000. ഇനി
ഹൗസ് പ്രോപ്പർട്ടിയും എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ട് അല്ലേ. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണ്? 8,000. അപ്പോൾ നമ്മൾ അതിനെ ആ ഒരു ലോസിനെ ഡിഡക്റ്റ് ചെയ്യുന്നു. അങ്ങനെ 10,000 നമ്മൾ ഇൻകം എന്ന് പറഞ്ഞിട്ട് ഔട്ടർ കോളത്തേക്ക് എഴുതുന്നു. നെക്സ്റ്റ് പറയുന്നതാണ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ്. ബിസിനസ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് 80,000 ആണ്. ഇനി ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടോ നോക്കുക. വന്നിട്ടുണ്ട് അല്ലേ. ബിസിനസ് ലോസ് 30,000 എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ 30,000 ലോസ് നമ്മൾ ലെസ് ചെയ്തിട്ട് ബാക്കി 50,000 ആണ് നമ്മൾ എന്തിലേക്ക് വരുന്നത്? ഔട്ടർ കോളത്തേക്ക് ഇൻകം ആയിട്ട് കാണിക്കുന്നത്. ഇനി അടുത്ത ഹെഡ് നോക്കുക, ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനിലെ 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. എത്രയാണ് തന്നിട്ടുള്ളത്? 8,000 ആണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ ലോസും വന്നിട്ടുണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് 6,000 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കി 2,000 ആണ് നമ്മളുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി അടുത്തത് നോക്കുക, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നോക്കുക. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ അവിടെ 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത് അല്ലേ. ജ്വല്ലറിയിൽ നിന്നും സിൽവറിൽ നിന്നും അവർക്ക് എന്ത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്? പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുക, ജ്വല്ലറിയിൽ നിന്ന് ഗെയിനും സിൽവറിൽ നിന്ന് ലോസുമാണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു വർഷത്തെ ജ്വല്ലറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗെയിനും സിൽവറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ലോസും അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് ശേഷമാണ് പ്രീവിയസ് ഇയറിൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ലോങ് ടേം ക്യാപിറ്റൽ ലോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കുക, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ജ്വല്ലറി എത്രയാണ്? 50,000 ലെസ് ആ വർഷം തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഓൺ സിൽവർ എത്രയാണ്? 24,000. ബാക്കി നമുക്ക് അവിടെ എത്രയാണ് ഗെയിൻ നിൽക്കുന്നത്? 26,000. ഇനി നോക്കുക, നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ലോസ് ഉണ്ട് അല്ലേ, അത് എത്രയാണ്? ലോങ് ടേം ക്യാപിറ്റൽ ലോസ് 6,000. ആ ഒരു 6,000 കൂടി ലെസ് ചെയ്തിട്ട് ബാക്കി 20,000 ആണ് നമ്മളുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, ക്വസ്റ്റ്യനിലെ എല്ലാ ഐറ്റംസും അഡ്ജസ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലം അവിടെ തീർന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഗ്രോസ് ടോട്ടൽ ഇൻകം അവിടെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമ്മൾ റീചെക്ക് ചെയ്യുക. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എടുത്തു, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് നമ്മളെടുത്തു, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എടുത്തു, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ജ്വല്ലറി എടുത്തു, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഓൺ സിൽവർ നമ്മളെടുത്തു, ബിസിനസ് ലോസ് അഡ്ജസ്റ്റ് ചെയ്തു, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അഡ്ജസ്റ്റ് ചെയ്തു, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് അഡ്ജസ്റ്റ് ചെയ്തു, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാം. 3 ഹെഡിൽ നിന്നും നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇൻകം വെച്ചിട്ടാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്നത്. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം ഇസ് ഈക്വൽ ടു 10,000 പ്ലസ് 50,000 പ്ലസ് 2,000 പ്ലസ് 20,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 82,000. ഓക്കെ, അപ്പോൾ ബഗൻദാസിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണ് വരുന്നത്? 82,000. എല്ലാ സെറ്റ് ഓഫും ക്യാരി ഫോർവേഡും കഴിഞ്ഞിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടിയും ഡിസ്കസ് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് തരണ്ടേ, നിങ്ങൾ ആൻസർ സ്വന്തമായിട്ട് എഴുതുക കേട്ടോ. മിസ്റ്റർ സിംഗ്, എ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ, submit the following particulars of his income for the assessment year 1920. ഓക്കെ, അപ്പം മിസ്റ്റർ സിംഗിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഇൻകത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് അസസ്മെൻറ്റ് ഇയർ 1920യുടെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇൻകം ഫ്രം ഹൗസ് ലെറ്റ് ഔട്ട് കമ്പ്യൂട്ടഡ് 9,500. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇവിടെ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് തന്നിട്ടുള്ളത്. അത് എത്രയാണ്? 9,500. നെക്സ്റ്റ് എന്താണ്? പ്രോഫിറ്റ് ഫ്രം റേഡിയോ ബിസിനസ് 19,600. അതായത് ബിസിനസ് ഇൻകമാണ് നമുക്ക് 19,600 എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഫ്രം ഫേമിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1,800. അതായത് ഈ ഒരു റേഡിയോ ബിസിനസ്സിൻ്റെ ആ ഒരു ഫേമിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത് 1,800 ആണ്. നെക്സ്റ്റ് പറയുന്നത് സ്പെക്കുലേഷൻ ഇൻകം. സ്പെക്കുലേഷൻ വഴി നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് 1,900 ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 3,200, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 1,400. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു ഹെഡും കൂടി അവിടെ വരുന്നുണ്ട്. അങ്ങനെ 3 ഹെഡുകളാണ് നമുക്ക് അവിടെ വരുന്നത് അല്ലേ. അതുപോലെ തന്നെ സ്പെക്കുലേഷൻ ബിസിനസ്സും. നെക്സ്റ്റ് പറയുന്നതാണ് ദ ഫോളോവിങ് ഐറ്റംസ് ഹാവ് ബീൻ ബ്രോഡ് ഫോർവേഡ് ഫ്രം ദി പ്രിസീഡിങ് അസസ്മെൻറ്റ് ഇയേഴ്സ്. അതായത് 89ൽ നിന്ന് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ബ്രോഡ് ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ലോസസ് ആണ് അവിടെ പറയുന്നത്. ലോസ് ഫ്രം റേഡിയോ ബിസിനസ് 4,600. അപ്പോൾ അത് നമ്മൾ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു പ്രോഫിറ്റ് ഫ്രം റേഡിയോ ബിസിനസ്സിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് പറയുന്നതാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ 1,000. അതും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സ്പെക്കുലേഷൻ ലോസ് 3,200. അത് നമുക്ക് സ്പെക്കുലേഷൻ ഇൻകത്തിൽ നിന്ന് തന്നെ സെറ്റ് ഓഫ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഫോർ ദി ഇയർ 2014-15. ഓക്കെ, 2014-15 ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ് 4,100. അപ്പോൾ നോക്കുക 14-15
ഒരു വർഷമായി, 15-16 രണ്ടാമത്തെ വർഷം, 16-17 മൂന്നാമത്തെ വർഷം, 17-18 4, 18-19 5, 19-20 6. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത് ആറാമത്തെ വർഷമാണ് ഇവിടെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് വരുന്നത് ഇല്ലേ. അപ്പോൾ നമ്മൾ നോക്കണം എത്ര വർഷം വരെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു മാക്സിമം 8 ഇയേഴ്സ് വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് ഇല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വർഷം നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇല്ലേ. ഇപ്പോൾ മനസ്സിലായോ എന്തിനു വേണ്ടിയിട്ടാണ് മാക്സിമം ഇയേഴ്സ് തന്നിരിക്കുന്നത് എന്നുള്ളത്. നമ്മളിങ്ങനെ ചെക്ക് ചെയ്യണം, ഇത് 8 വർഷത്തിനേക്കാൾ കൂടുതലുണ്ടോ, കൂടുതലുണ്ടെങ്കിൽ നമുക്കതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു ഇയറും കൂടി നമ്മൾ ഇങ്ങനെ എത്ര വർഷമായി എന്നുള്ളത് ചിന്തിക്കണം കേട്ടോ. നെക്സ്റ്റ് പറയുന്നതാണ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഫോർ ദി ഇയർ 15-16. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് അവിടെ 3,950 പറയുന്നുണ്ട്. എന്തായാലും 8 വർഷമാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് എവിടെ നിന്നാണ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടുള്ള 1,400-ൽ നിന്ന് വേണം നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അവിടെ എന്തായാലും ബാക്കി ലോസ് ഉണ്ടായിരിക്കും, ആ ലോസിന് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ലോസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, ആ ലോസ് നമ്മൾ ഇവിടുന്ന് ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ നിന്ന് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ 500, കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ അവിടെ പറയുന്നുണ്ട്, അത് നമ്മൾ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ഈ ഒരു ബിസിനസ് ഇൻകത്തിൽ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ഹിസ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആൻഡ് ഡീൽ വിത്ത് ദി ക്യാരി ഫോർവേഡ് ലോസസ്. അപ്പോൾ നമ്മളെടുത്ത് പറയുകയാണ് എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ക്യാരി ഫോർവേഡ് സെറ്റ് ഓഫും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ധാരണ കിട്ടി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഈ ഒരു പ്രോബ്ലം ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ സെറ്റ് ഓഫും ക്യാരി ഫോർവേഡും ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസ് ഒരു 2 എണ്ണം വീതം ഓരോ ദിവസം എല്ലാ കുട്ടികളും ചെയ്ത് പോവുക. ഓക്കെ, താങ്ക് യു.